നമ്മുടെ മലയാളം ബഗ് ബൗണ്ടി പ്ലേലിസ്റ്റിലെ 8ാമത്തെ വീഡിയോ ആണിത്. ഫസ്റ്റ് 2 വീഡിയോയിൽ നമ്മൾ ബഗ് ബൗണ്ടി ബേസിക്സും അത് പഠിക്കാനുള്ള റിസോഴ്സസും നോക്കി. പിന്നെയുള്ള വീഡിയോസിൽ നമ്മളൊരു യൂണീക്ക് മെത്തേഡ് വെച്ച് എങ്ങനെയാണ് ഹണ്ട് ചെയ്യുന്നതെന്ന് നോക്കി. ഇനി നമുക്ക് വേണ്ടത് ടാർഗറ്റ് ആണ്, ലൈവ് ആയിട്ടുള്ള ടാർഗറ്റ് ഹണ്ട് ചെയ്യാൻ. സോ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഒരു പ്രൈവറ്റ് ഇൻവൈറ്റ് ആയാലോ, അതും ഹാക്കർ വണിയിൽ നിന്ന്, അതും ഫ്രീ ആയിട്ട്. സോ അതെങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളൊരു മെത്തേഡ് പറഞ്ഞുതരാം. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്ലേലിസ്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്ഷനിൽ ടിൻഡറിൻ്റെ ഒരു ലൈവ് ബഗ് ഹണ്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റ് സെക്ഷനിൽ മാത്രമേ കാണാൻ പറ്റൂ, കാരണം അതിൻ്റെ മെയിൻ അക്കൗണ്ടിലെ കണ്ടന്റ് ആണ്. അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണ് ഹണ്ട് ചെയ്ത് തുടങ്ങേണ്ടതെന്നൊരു ഐഡിയ കിട്ടും. മോസ്റ്റ്ലി ബഗ് ഹണ്ടിങ് മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കണം എന്നാണ് ആ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. നിങ്ങളുടെ ടാർഗറ്റ് ചൂസ് ചെയ്ത ശേഷം ആ വീഡിയോ കാണുക. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. സോ ഇതാണ് ഹാക്കർ വണ്ണിൻ്റെ പബ്ലിക് പ്രോഗ്രാംസിൻ്റെ ലിസ്റ്റ്. ഇതിലേത് പ്രോഗ്രാം വേണേൽ ചൂസ് ചെയ്ത് നമുക്ക് അറ്റാക്ക് ചെയ്ത് തുടങ്ങാം. പക്ഷേ ഈ പ്രോഗ്രാംസൊക്കെ പബ്ലിക്കായിട്ട് എല്ലാവർക്കും കാണാവുന്നതുകൊണ്ട് ഒരുപാട് പേര് ഇത് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ബട്ട് നമുക്കൊരു പ്രൈവറ്റ് ഇൻവൈറ്റ് ഇതിൽ നിന്ന് കിട്ടുവാണെങ്കിൽ ആ പ്രോഗ്രാം നമുക്കും പിന്നെ വേറെ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കും മാത്രമേ കാണാൻ പറ്റൂ. സോ ഈ പബ്ലിക് പ്രോഗ്രാംസിനേക്കാളും അതിൽ നമുക്കൊരു ബഗ് കണ്ടുപിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രൈവറ്റ് ഇൻവൈറ്റ് കിട്ടാൻ വളരെ സിമ്പിളായിട്ടൊരു മെത്തേഡുണ്ട്. ഈ വീഡിയോ കഴിയുന്നത് നിങ്ങൾക്ക് പോയി അത് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾക്ക് ഹാക്കർ വണ്ണിലൊരു അക്കൗണ്ട് ഉണ്ടേ, ഹാക്കർ വൺ CTF എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക. ഇതാണ് ഹാക്കർ വണ്ണിൻ്റെ CTF സെക്ഷൻ. ഇതിൽ ഓരോ ചാലഞ്ച് സോൾവ് ചെയ്യുമ്പോഴും 4, 5, 6 പോയിൻ്റൊക്കെ വെച്ച് നിങ്ങൾക്ക് കിട്ടും. സോ ഇതിൽ കുറച്ച് ചാലഞ്ചസ് സോൾവ് ചെയ്ത് 44 പോയിൻ്റ് ആയി കഴിയുമ്പോൾ ഒരു പ്രോഗ്രാമിൽ നിന്ന് പ്രൈവറ്റ് ഇൻവൈറ്റ് നിങ്ങൾക്ക് കിട്ടും. ഈ ചാലഞ്ചസിലെ 2 ചാലഞ്ചിൻ്റെ സൊല്യൂഷൻ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ അത് ചെക്ക് ചെയ്യുക. ഇതിലെ 2 ചാലഞ്ചസിൻ്റെ ഫ്ലാഗ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. സോ ഈ വീഡിയോ കഴിയുന്നതേ പോയി നിങ്ങളിത് ട്രൈ ചെയ്യുക. ഒരു 1 വീക്കിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പ്രൈവറ്റ് ഇൻവൈറ്റ് കിട്ടും. എന്നിട്ട് ആ ടാർഗറ്റിൽ ഹണ്ട് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ടാർഗറ്റ് ഒരു VDP ആണ്. സോ അതിൽ നിങ്ങൾക്ക് ബൗണ്ടി കിട്ടത്തില്ല, പക്ഷേ അതിൽ നിങ്ങൾക്ക് ബഗ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ബഗ് കിട്ടിക്കഴിഞ്ഞാൽ ബഗ്ഗിൻ്റെ സിവിയറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് വേറെ കുറേ പ്രോഗ്രാംസിലോട്ട് പ്രൈവറ്റ് ഇൻവൈറ്റ് കിട്ടും. അതിലൊക്കെ ആൾക്കാരും കുറവായിരിക്കും, നിങ്ങൾക്ക് ബൗണ്ടി കിട്ടാനുള്ള ചാൻസും ഭയങ്കര കൂടുതലായിരിക്കും. സോ ഈ സ്റ്റെപ്പ് നിങ്ങളെ ബാക്കിയുള്ള ബഗ് ഹണ്ടേഴ്സിൽ നിന്ന് യൂണീക്ക് ആക്കി നിർത്തും. സോ എല്ലാവരും പബ്ലിക് പ്രോഗ്രാംസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്രൈവറ്റ് ഇൻവൈറ്റ്സ് വെച്ച് തന്നെ കയറി പോകും. ഇനി നമ്മുടെ സെക്കൻഡ് മെത്തേഡ് ഈ പ്ലാറ്റ്ഫോംസിലൊന്നും ഇല്ലാത്ത ബഗ് ബൗണ്ടി പ്രോഗ്രാംസിനെ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ്. ഇതെൻ്റെ ബ്ലോഗാണ്. ഇതിൻ്റെ അകത്ത് ബഗ് ബൗണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് റിസോഴ്സസും ടൂൾസും അതെങ്ങനെയാണ് വർക്കിംഗ് ആക്കുന്നതെന്നും പിന്നെ കുറേ മെത്തേഡ്സും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. സോ ഇതിൻ്റെ ടോപ്പ് സെക്ഷനിൽ ഫൈൻഡ് യുവർ യൂണീക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ അത് നിങ്ങളെ ഒരു ഗിറ്റ്ഹബ് പേജിലോട്ട് കൊണ്ടുപോകും. ആ പേജിൽ ഒരുപാട് ഗൂഗിൾ ഡോർക്ക് മെത്തേഡ്സ് ഉണ്ട്. ഗൂഗിൾ ഡോർക്കിംഗ് എന്ന് വെച്ചാൽ ചില സ്പെഷ്യൽ ഹെഡേഴ്സ് വെച്ച് സെർച്ച് ചെയ്താൽ നമ്മൾ നോർമലി കിട്ടുന്നതിനേക്കാളും കൂടുതൽ സ്പെസിഫിക് ആയിട്ടുള്ള നമ്മുടെ സെർച്ച് റിസൾട്ട് കിട്ടും. സോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് ഗൂഗിളിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക. കണ്ടില്ലേ, ഇൻ URL ഹെഡർ വെച്ച് സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് വേണ്ട പബ്ലിക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ബഗ് ബൗണ്ടി പ്രോഗ്രാംസിനെ കിട്ടി. പക്ഷേ ഈ ഡോർക്കിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ നിങ്ങൾ ഫസ്റ്റത്തെ പ്രോഗ്രാം തന്നെ സെലക്ട് ചെയ്യാതെ കുറച്ച് പേജസ് അപ്പുറം പോയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ലൈക്ക് ഇപ്പോൾ ട്രേഡിംഗ് റിലേറ്റഡ് സൈറ്റ്സ് ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് ശീലം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ റിലേറ്റഡ് സൈറ്റ്സ് ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് ശീലമെങ്കിൽ അങ്ങനെയുള്ള പ്രോഗ്രാം സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള പ്രോഗ്രാം ചൂസ് ചെയ്ത് ഹണ്ട് ചെയ്യുക. നമ്മുടെ മൂന്നാമത്തെ മെത്തേഡാണ് SV ഹാക്കിലെ പ്രൈവറ്റ് ഇൻവൈറ്റ്. സോ SV ഹാക്കും ഹാക്കർ വണ്ണും ബഗ് ക്രൗഡും പോലൊരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ എല്ലാ മന്തും ഒരു ഡോജോ ചലഞ്ച് നടക്കും. ഒരു CTF പോലെയാണ്, ഒറ്റ ചലഞ്ചേ കാണത്തുള്ളൂ. അതിൻ്റെ ബഗ് നിങ്ങൾ കണ്ടുപിടിച്ച് അത് ഒരു പ്രോപ്പറായിട്ട് റിപ്പോർട്ട് എഴുതി സബ്മിറ്റ് ചെയ്യണം. സോ നിങ്ങൾ റിപ്പോർട്ട് റൈറ്റിങ്ങും അതിൽ നിന്ന് പഠിക്കും. അത് പ്രോപ്പറായിട്ട് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു പ്രൈവറ്റ് ഇൻവൈറ്റ് കിട്ടും. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. SV ഹാക്കിൻ്റെ KYC കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്കൊരു പാസ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്. ഈ KYC നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയാണ്. KYC കംപ്ലീറ്റ് ചെയ്യാതെ ഇതിൽ നമുക്ക് ബഗ് റിപ്പോർട്ട് ചെയ്യാനും പറ്റില്ല. വളരെ സിമ്പിൾ സ്റ്റെപ്സാണ്, ബട്ട് ഒരു പാസ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട് ഇന്ത്യക്കാർക്കൊക്കെ. ഇനി 4ാമത്തെ രീതിയാണ് പബ്ലിക് ബഗ് ബൗണ്ടി പ്രോഗ്രാം ലിസ്റ്റ്. ഇത് ബഗ് ക്രൗഡ് പ്രൊവൈഡ് ചെയ്യുന്ന പബ്ലിക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ള പ്രോഗ്രാംസിൻ്റെ ഒരു ലിസ്റ്റാണ്. ഇത് ആ പ്ലാറ്റ്ഫോമിലുള്ള പ്രോഗ്രാംസ് അല്ല. സോ അതിൻ്റെ അകത്തൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ പ്രോഗ്രാമിനാണ് നിങ്ങൾക്ക് ബൗണ്ടി കിട്ടുന്നത്, ഏതൊക്കെയാണ് നിങ്ങൾക്ക് സ്വാഗ് മാത്രമായിട്ട് കിട്ടുന്നത്, സ്വാഗും ബൗണ്ടിയും കിട്ടുന്ന പ്രോഗ്രാംസും ഉണ്ട്. സോ ടാർഗറ്റ്സിനെ സെലക്ട് ചെയ്യാൻ ഈ ലിസ്റ്റ് യൂസ് ചെയ്യാം. ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.
സോ നിങ്ങൾക്ക് ബഗ് ബൗണ്ടി ഹാക്കിംഗ് റിലേറ്റഡ് കണ്ടൻറ്റ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബഗ് ബൗണ്ടി പ്ലേലിസ്റ്റിൽ പോയിട്ട് ബാക്കിയുള്ള വീഡിയോസും കാണുക. ഒരു ബിഗിനർ ലെവലിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ ബഗ് ബൗണ്ടി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് റിസോഴ്സസും മെത്തേഡ്സും വെച്ച് പറഞ്ഞു തരുന്നുണ്ട്. സോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.